എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയോടെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ബിഫാം കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇന്ന് രാത്രിയോടെയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോടെയാണ് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് വരിക. സാധാരണ ഇതിൽ രാത്രി 12 മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ ബിഫാം കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് 26 തീയതി മുതൽ, അതായത് ഓഗസ്റ്റ് 26 മുതൽ ഓഗസ്റ്റ് 30 തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതായത് ഓഗസ്റ്റ് 26 മുതൽ ഓഗസ്റ്റ് 30 തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ce.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോകാൻ പറ്റുക. അപ്പോൾ ബിഫാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബിഫാം എന്ന് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ രീതിയിൽ ഡെമോ ചെയ്ത് കാണിക്കുന്നത് കാണാൻ പറ്റും. അത് താൽക്കാലിക അലോട്ട്മെൻറ്റിൻ്റെതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മെയിൻ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ എന്നുള്ളത് ഉണ്ടാവില്ല. ജസ്റ്റ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് അടുത്ത പേജിലേക്കല്ല ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിസ്റ്റല്ല, നിങ്ങളുടെ മെയിൻ അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ ലിസ്റ്റിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് പ്രൊഫഷണൽ ആണ്. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ പ്രൊഫഷണൽ എന്ന് കാണുന്നത്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രൊഫഷണൽ എന്നുണ്ടാവില്ല. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേര്, അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ്, സീറ്റ് ഏതാണ്, സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഈ EWS വിഭാഗം, SC, അതുപോലെ MU ഇങ്ങനെ ഏതെങ്കിലും വിഭാഗമാണോ എന്ന്, ഏത് വിഭാഗത്തിലാണ് സീറ്റ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിക്കുക. അതിനുശേഷം നിങ്ങൾ പിന്നീട് വീണ്ടും ഈ ഒരു ഹോം പേജിലേക്ക് വരിക. ഹോം പേജിൽ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ആണ്, അതാണ് ആക്സസ് കോഡ്, അതുകൂടി കറക്റ്റായിട്ട് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഡാറ്റ ഷീറ്റ് എന്നുള്ള ഒരു മെനു ബാർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അതായത് ആ ഒരു മെനു ബാർ ക്ലിക്ക് ചെയ്ത ശേഷം ഡാറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഡാറ്റാ ഷീറ്റിൻ്റെയും ഒരു 2-3 കോപ്പി എടുത്ത് വെക്കുക. ഒന്ന് അഡ്മിഷൻ ആവശ്യത്തിനും പിന്നീട് ബാക്കിയുള്ളത് പിന്നീട് വല്ല സ്കോളർഷിപ്പോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഡാറ്റാ ഷീറ്റിൻ്റെയും കോപ്പി എടുത്ത് വെക്കണമെന്ന് പറയുന്നത്. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു ഓഗസ്റ്റ് 26 മുതൽ 30 തീയതി വരെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. കാരണം പല കോളേജും വൈകുന്നേരം 3 മണി വരെ ഉണ്ടാവും. 3 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കില്ല. അതുകൊണ്ടാണ് 3 മണിക്ക് മുമ്പ് പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഫാർമസി കോഴ്സിൽ അല്ലെങ്കിൽ ബിഫാം കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ അടച്ച പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. ഇനി കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം പറയാം. ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേര് ഫീസ് അടക്കേണ്ട, അത് നിങ്ങൾ കോളേജിലാണ് ആ ഒരു പൈസ അടക്കേണ്ടതായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കോളേജിൽ എത്ര രൂപ ഫീസ് ഇനത്തിൽ അടക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഏകദേശം 17,373 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പൈസയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 1,56,000 സംതിങ് രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസും ഇതിൻ്റെ കൂടെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലുള്ള എക്സ്ട്രാ ഫീസുകളും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്നതിന് മുമ്പായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫാർമസി കോഴ്സ് അല്ലെങ്കിൽ ബിഫാം കോഴ്സിലേക്കുള്ള ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്
ഇന്ന് രാത്രി 12 മണിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയോ പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 26 മുതൽ ഓഗസ്റ്റ് 30 തീയതി വരെയാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പിന്നീട് വരുന്ന സെക്കൻഡ് ഫാർമസി കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കായിട്ട് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ആ ഒരു കോളേജ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു 4ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതും അഡ്മിഷൻ നേടിയ ശേഷം ഇതിന് മുകളിൽ ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ അതായത് 4ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3 ആ ഒരു ബാക്കിയുള്ള ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അതിനെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ട നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതും ചില സമയങ്ങളിൽ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യം കിട്ടും. അങ്ങനെ ഓപ്ഷൻ കൊടുക്കാവുന്നതോ അതല്ലെങ്കിൽ ഓപ്ഷൻ നിലവിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കൺഫേം ചെയ്ത ശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജുകളിലേക്ക് മാറാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും പിന്നീട് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട സ്ട്രീമിലുള്ള അലോട്ട്മെൻറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.